കൊച്ചിയിലേക്കാണ് ലാൽകൃഷ്ണൻ ചേരുന്നുണ്ട്. ഇപ്പോൾ ലാൽ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. എന്തൊക്കെയാണ് ഇന്ന് കൊച്ചിയിൽ നിന്ന് വരാനിരിക്കുന്ന വാർത്തകൾ? ഒപ്പം തെക്കൻ കേരളത്തിൽ നിന്നും ലാൽ. ഉന്മേഷ്, ഹാപ്പി ന്യൂ ഇയർ. പ്രധാനമായിട്ടും കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം പുതുവത്സരാഘോഷത്തിന് ക്ഷീണം കഴിഞ്ഞ് എല്ലാവരും ഉണർന്നു വന്നിട്ടുള്ളൂ. പക്ഷേ ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ആലപ്പുഴയിൽ നിന്നുള്ളതാണ്. അവിടെ പക്ഷിപ്പനിയുടെ ഭീതിയായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ആ ഭീതി ഏതായാലും പൂർണ്ണമായിട്ടും മാറുകയാണ്. ഹോട്ടലുകളിലും മറ്റും ഈ കോഴി, താറാവ്, കാട പോലുള്ള മാംസങ്ങളും അവിടെ മുട്ടയും നിലവിൽ കച്ചവടം ചെയ്യാനും കറി വയ്ക്കാനും എല്ലാം സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ടാണ്, നശീകരണം അടക്കമുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വരും ദിവസങ്ങളിൽ അടക്കം ഇത് നടത്താം എന്ന് തീരുമാനിച്ചത്. 32 പഞ്ചായത്തുകളിലും 2 മുനിസിപ്പാലിറ്റികളിലും ഇതിന് മറ്റ് തടസ്സങ്ങളില്ല എന്നറിയിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പും സർക്കാരും കൃത്യമായി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, സംശയം തോന്നിയ 2 സാമ്പിളുകൾ നിലവിൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഭോപ്പാലിലേക്ക് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കയുടെ അംശങ്ങളെല്ലാം തീർന്നു എന്നുള്ളത് തന്നെയാണ്. നല്ലൊരു തുടക്കം തന്നെ ആലപ്പുഴയ്ക്ക് കിട്ടുന്നു എന്ന് തന്നെ പ്രതീക്ഷയും, പ്രത്യേകിച്ച് ടൂറിസം അടക്കമുള്ള മേഖലകൾ നിലനിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ. അതോടൊപ്പം തന്നെ പുതുവത്സര ആഘോഷത്തിൻ്റെതായിട്ടുള്ള ഓളവും കാര്യങ്ങളും എല്ലാം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചി അതിൽ നിന്ന് പൂർണ്ണമായി വരുന്നേ ഉള്ളൂ. കാരണം ഒരു 4 മണി 5 മണിയോടും ആയി ആഘോഷമെല്ലാം കഴിഞ്ഞ് കൊച്ചി നഗരത്തിൽ നിന്ന് വിവിധ ഇടങ്ങളിലേക്ക് ആളുകൾ പോയപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചി നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അതോടൊപ്പം തന്നെ റൂറലായിട്ടുള്ള പല മേഖലകളിലുമുണ്ട്. മലയാറ്റൂരെല്ലാം വലിയ ആഘോഷം തന്നെയായിരുന്നു ഇന്നലെ രാത്രി അണിനിരുന്നത്. ഈ വർഷം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു വർഷം കൂടിയാണ്. പ്രത്യേകിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നൊരു സമയം കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. എറണാകുളം കളക്ട്രേറ്റിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സാധന സാമഗ്രികളുടെ, പ്രത്യേകിച്ച് ഈ ഇലക്ട്രൽ യന്ത്രമടക്കമുള്ളവയുടെ അറ്റകുറ്റപ്പണികളും ആരംഭിച്ചിട്ടുണ്ട്. 3148 ബൂത്തുകളാണ് ജില്ലയിൽ ആകെ മൊത്തമുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇലക്ട്രിക് സാമഗ്രികളുടെ അറ്റകുറ്റപ്പണിയാണ് വരും ദിവസങ്ങളിൽ ആരംഭിക്കുക. പ്രത്യേകിച്ച് പാർലമെന്റ് ഇലക്ഷന് ഉപയോഗിച്ച വോട്ടിംഗ് മെഷീനുകളാണ് ഇത്തവണ നിയമസഭാ ഇലക്ഷൻ ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ കോർപ്പറേഷൻ്റെ ആളുകൾ അടുത്ത ദിവസം തന്നെ എത്തും എന്ന കാര്യം കൂടിയാണ് അറിയിച്ചിട്ടുള്ളത്. ശരി, ലാൽകൃഷ്ണനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.